എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരണം വരണം. ആ ഇതാരാണെന്ന് അറിയാമോ? സോമശേഖരൻ നായർ. ഹലോ, ഇവിടുത്തെ ഡിവൈഎസ്പി. സോറി, ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. ഇതൊരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ലേ. റിലാക്സ് യുവർസെൽഫ്. യെസ് സർ. കം ഓൺ, ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. ഇദ്ദേഹം ഇരിക്കെ ഫിലിപ്പ് കാക്കത്തോട്ടിൽ, മലയോര കർഷക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് കേളപ്പൻ നായർ. പ്രമാദമായ സ്പിരിറ്റ് കുംഭകോണ കേസിലെ 1-ാം പ്രതി, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടകളിത്തോഴൻ. അങ്ങനെ കള്ളന്മാരും പോലീസുകാരും ഒരു തീന്മേശയ്ക്ക് ചുറ്റും സമ്മേളിക്കുന്ന സന്ദർഭമാണിത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ദേശീയോദ്ഗ്രഥനം എന്നൊക്കെ പറയുന്ന ഭണ്ഡാരം, അല്ലേ മിസ്റ്റർ? സംശയമുണ്ടോ? എനിക്ക് വേണ്ട. തട്ടിക്കോ സാർ, ഞാൻ എന്താ കഴിക്കില്ലേ? അതെന്തോന്ന് ചോദ്യം ശേഖര? കണ്ണി അടിക്കാത്ത പോലീസ് എന്തോന്ന് പോലീസ്? അതുകൊണ്ടല്ല, വയറ്റ് വേദനയ്ക്ക് ഒരു മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. വയറ്റില് വേദന ഉണ്ടെങ്കിൽ ബ്രാൻഡിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് ഇട്ട് ഒറ്റ കീച്ചം കീച്ചിയാ മതി. അതായത് ഹോമിയോപ്പതി മരുന്നാ, മദ്യം തൊടാൻ പാടില്ല. എന്നൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. വേണ്ട, ഈ മദ്യസേവ മാത്രം നമ്മൾ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. പേര് ഞാൻ മറന്നു. മോഹൻദാസ്. മിസ്റ്റർ മോഹൻദാസിന് മദ്യവിരോധവും മറ്റോ ഉണ്ടോ? ഇല്ല സർ. അല്ല, ഞാൻ മറ്റൊരു കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഈ ഏരിയയിലുള്ള എല്ലാ അരാക് ഷാപ്പുകളും മിസ്റ്റർ അനന്തൻ നായരുടേതാണെന്ന് മോഹൻദാസിന് അറിയാമോ? ഇല്ല സർ. എന്നാൽ അങ്ങനെയാണ് കാര്യം. നമ്മുടെ സർക്കാർ സപ്ലൈ ചെയ്യുന്ന സ്പിരിറ്റ് ആവശ്യത്തിന് തികയില്ലെന്നറിയാമല്ലോ. ദോഷം പറയരുതല്ലോ. നല്ല ഔഷധമൂല്യമുള്ള നാടൻ ചാരായമാണ് അനന്തൻ നായർ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. പാവങ്ങളായ നാടൻ ബാറ്റുകാരെ രക്ഷിക്കുക എന്നൊരു മഹത്തായ ഉദ്ദേശം കൂടി അതിന്റെ പിന്നിലുണ്ടെന്ന് കഴിക്കൂ. ചാരായവുമായി ജീപ്പുകൾ പോകുമ്പോ മിസ്റ്റർ മോഹൻദാസ് അത് ശ്രദ്ധിക്കാതിരുന്ന മനസ്സിലായല്ലോ? യെസ് സർ. അപ്പോ ഓക്കെ, വേണ്ടതുപോലെ ചെയ്തേറ്റാണ്. അനന്തൻ നായരുടെ ആവശ്യങ്ങൾക്കാണ് പ്രധാന പരിഗണന നൽകേണ്ടത്. ഓക്കെ, ശരി സർ.